ഹായ് വിശ്വരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഫ്ലോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നത്തെ അടിപൊളി ഒരു ചെറുതേനീച്ചൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് രണ്ട് കൂട് തുറന്ന് നോക്കാനുണ്ട്. അപ്പോൾ അതിൽ റാണി സെല്ലുണ്ടെങ്കിൽ നമുക്ക് കൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കണം. അതെങ്ങനെയെന്നല്ലേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പരിപാടി ഇതേ ഹണി ക്യാപ്പൊക്കെ വെച്ച് സെറ്റായി. അതിനുശേഷം നമ്മൾ തുറക്കുന്ന കൂടുതൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തേനെടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ തുറന്നു നോക്കുന്ന ആ ഒരു സമയത്ത് അതിനകത്ത് ഇങ്ങനെ റാണി സെല്ലിൻ്റെ കപ്പ് കേട്ടോ, പകുതിയായ ഒരു കപ്പൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല, പക്ഷേ ഈച്ചയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് തുറന്നു നോക്കുകയാണേ. അങ്ങനത്തെ ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് വളരെ കട്ടാവും, അതായത് കുറച്ച് മാത്രമേ മുട്ടയുള്ളൂ കേട്ടോ. വിരിയറായ മുട്ടയും അതുപോലെ ബാക്കി ഇതേ പുതിയ മുട്ട സെറ്റായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉറപ്പിക്കാൻ ഇതിനകത്ത് ഞാൻ അന്ന് കണ്ട റാണി സെല്ലൊന്നും ഇല്ല കേട്ടോ. കാര്യം അത് വിരിഞ്ഞ് ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. കാര്യം ഒരുപാട് അന്ന് മുട്ടയുണ്ടായിരുന്നു, പക്ഷെ അന്ന് അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മാറ്റേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് പറ്റിപ്പോയി, മറന്നുപോയി കേട്ടോ. പിന്നീടാണ് ഓർമ്മ കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോൾ ഏകദേശം മുട്ടയൊക്കെ സെറ്റായിട്ട് കാണും എന്നുള്ള രീതിയിലാണ് തുറന്നത്. പക്ഷേ മുട്ടയൊക്കെ വിരിഞ്ഞു. ഇതേ റാണിയൊക്കെ, അതായത് ആ റാണി കുറച്ച് ഈച്ചയൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. അങ്ങനെ ആ കൂട്, അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഏകദേശം പകുതി ഈച്ചയോളം പോയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അന്നിരുന്നതിലുള്ള ബാലൻസ് കുറച്ച് വിരിയാറായ മുട്ടയാണ് കേട്ടോ. അതായത് ഇപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടയാണ് ഇത് ഈ വലത് ഭാഗത്തായിട്ട് മുകളിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതും ഇതിൻ്റെ അടി ഭാഗത്തായിട്ടും ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ വിരിയാറായതും. പിന്നെ മുകളിലിരിക്കുന്നതെല്ലാം പുതിയ മുട്ടയാണ്. പക്ഷേ നമുക്കങ്ങനെ റാണിയൊന്നും കാണാൻ പറ്റിയില്ല. സാധാരണ ഇങ്ങനെ നമ്മൾ കൂട് അനക്കുന്ന സമയത്ത് റാണി പോകും. പക്ഷേ അതേ അങ്ങനെ കൂട് അനക്കുന്ന സമയത്ത് റാണി പോകുന്നെങ്കിലും പക്ഷേ അതേ നമുക്ക് എന്തോ ഭാഗ്യമായിട്ട് കേട്ടോ, അപൂർവമായിട്ടാണ് കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ കൂട് തുറക്കുന്ന സമയത്ത് ഒരു മിന്നായം പോലെ മുകൾ ഭാഗത്തെ കാണത്തുള്ളൂ കേട്ടോ. പുതിയ മുട്ടയുടെ മുകൾ ഭാഗത്ത് കാണും. പിന്നെ അങ്ങ് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോകുന്നതാണ്. പക്ഷേ ഇന്നതേ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും റാണി സെല്ല് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് ഇന്നത്തെ വീഡിയോ നമ്മുടെ റാണിയെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ റാണിയെ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ സാധാ ഈച്ചയിൽ നിന്നും കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി അധികം വലിപ്പമുണ്ട്. പിന്നെ നമ്മുടെ ഈ റാണിക്ക് ഇച്ചിരി പ്രായമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 4 വർഷത്തിൻ്റെയൊക്കെ പഴക്കം അതിനെ അടുപ്പിച്ച് കാണാറുണ്ട് കേട്ടോ. അതായത് ഒരു വലിയ റാണിയുടെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 5 വർഷമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞാൽ റാണി നഷ്ടപ്പെടും. അതായത് റാണി മരിച്ചു പോകും, ചത്തുപോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് തന്നെ റാണി അതിന് മുൻപായിട്ട് തന്നെ റാണി സെല്ലുകൾ സെറ്റ് ചെയ്തിരിക്കും. അതായത് റാണി മുട്ട റെഡിയാക്കും കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റാണി ഇങ്ങനെ മുട്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും റാണിക്ക് ഇത്തിരി പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നാൽ നമ്മുടെ റാണി നല്ല ഉഷാറാണ് കേട്ടോ. നല്ലതുപോലെ ഓടി കളിക്കുകയാണ്. ഞാൻ അപ്പുറം ആ കൂട് തുറന്നപ്പോഴത്തേക്കും ആ പുതിയ മുട്ടയുടെ ഭാഗത്തുനിന്ന് റാണി ഇങ്ങോട്ടൊന്ന് മാറിയതാണ് കേട്ടോ. അപ്പോൾ ആശാദി ഇങ്ങനെ എത്ര സമയം ഇവിടെ കൂടെ ഇങ്ങനെ കറങ്ങുമെന്ന് ഞാൻ നോക്കട്ടെ. കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് അതിനെ തിരിച്ച് കൂട് നല്ലതുപോലെ അടച്ചു വയ്ക്കാം കേട്ടോ. കാര്യം ഇപ്പോൾ ഒരുപാട് മുട്ടയൊക്കെ, അതായത് വിരിയാറായ മുട്ട ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ തേനെടുക്കുന്ന സമയത്ത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കയറി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡൗട്ടെല്ലാം ക്ലിയർ ആകും കേട്ടോ. എന്തായാലും എനിക്കിന്ന് ഒരുപാട് സന്തോഷം കേട്ടോ. കാര്യം നമുക്ക് അങ്ങനെ അധികം കാണാൻ പറ്റാത്തതാണ് നമ്മുടെ റാണി ഈച്ച. അങ്ങനെ ഇന്ന് ഒരുപാട് സമയം കാണാൻ പറ്റി കേട്ടോ. പക്ഷേ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഇതിനകത്ത് 2 റാണി ഉണ്ടോയെന്ന്. കാര്യം നമ്മൾ ഈ റാണി ഇപ്പോഴേ ആ മുട്ടയുടെ ആ ഭാഗത്തോട്ട് കയറിപ്പോയി കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞ സമയത്ത് അതാണോ ഇനി വേറെ റാണിയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അല്ല കേട്ടോ. ഇത് നമ്മളെ ഇടത് ഭാഗത്ത് പുതിയ മുട്ടയുടെ ഇടയിൽ നിന്നും ഒരു റാണി ഇങ്ങനെ കയറി വരുന്നതാണ് ഞാൻ പിന്നീട് കണ്ടത് കേട്ടോ. അപ്പോൾ എനിക്കൊരു സംശയമായിരുന്നു, ഇതിനകത്ത് 2 റാണി ഉണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല കേട്ടോ, 2 റാണിയില്ല, ഒരു റാണി തന്നെയാണ്. അതിങ്ങനെ അടിച്ച് കറങ്ങി വന്നതാണ് കേട്ടോ. ആ താഴെ സൈഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി വന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മച്ചാന്മാർ നിങ്ങൾക്ക് ചെറുതേനീച്ച കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്ട്രെങ്ത്തുള്ള കോളനി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതായത് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ അങ്ങനെയൊക്കെ കഴിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൂടൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. അതിനകത്ത് റാണി സെല്ലൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലപോലെ റാണി സെല്ല് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് അത് കറക്റ്റ് ആക്കി കഴിഞ്ഞ് ഉടനെ തന്നെ ആ കൂടൊന്ന് മാക്സിമം സ്പ്ലിറ്റ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളെ കൂട്ടിൽ നിന്ന് ഒരുപാട് ഈച്ചയും അതുപോലെ തന്നെ ഒരു കോളനി തന്നെ പറന്ന് വേറെ എവിടെയെങ്കിലും പോയി സെറ്റാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിന്ന് അധികം അങ്ങനെ പോകാൻ ചാൻസ് കുറവാണ്. കാര്യം അത് പോയിരുന്നാലും നമ്മളെ ഈ ചുറ്റുപാട് എവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് ഒരുപാട് കെണിക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു ചെറിയൊരു കാഴ്ചയോടെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഒരു കൂട്ടിൽ അത് ഞാനൊരു കെണിക്കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു കുറച്ച് ഈച്ച ഇങ്ങനെ വന്ന് കയറുന്ന ഒരു കാഴ്ച കൂടെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം.
അപ്പോൾ അങ്ങനെ റാണിയെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലുപ്പത്തിന് കാണിക്കേണ്ട, നല്ലപോലെ ഒന്ന് സൂം ചെയ്തിട്ട്. അപ്പോൾ നമ്മളിനി അധിക സമയം റാണിയെ നമ്മളിങ്ങനെ തുറന്ന് വെച്ച് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. കാര്യം അവർ ഇതിനകത്തുള്ള ഒരു കാര്യം ചൂടും ഇതൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്, അതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കൂടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ, അടച്ച് നല്ല സേഫ്റ്റി ആയിട്ട് വയ്ക്കാം. അപ്പോൾ എന്തായാലും തൽക്കാലം ഇതിനകത്ത് റാണിച്ചെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാനതിന് ശേഷം ഒരു ഗിർക്കിൽ കൊണ്ട് നമ്മൾ ഈ ഇടയ്ക്കെല്ലാം ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ ഇടഭാഗത്തെല്ലാം നോക്കി, അപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ വന്ന് കയറുന്ന ഒരു ഈച്ചയെ കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. 2 കെണിക്കൂടാണ് വെച്ചിരിക്കുന്നത്, ആ മുളയുടെ 2 കെണിക്കൂടാണ്. അപ്പോൾ അതിലിങ്ങനെ ഏകദേശം കയറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് റാണി സെല്ലൊന്നും കണ്ടെത്താൻ പറ്റിയില്ല, പക്ഷേ അതേസമയം നമുക്ക് ഒരുപാട് സമയം റാണിയെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇതുവരെയും ചെറുതേനീച്ച റാണി കണ്ടിട്ടില്ലാത്ത നിങ്ങളെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ.